Watch full episodes on Jio Hotstar. തണുപ്പ് കൂടി വരികയാണ്. എനിക്ക് ഈ തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. എവിടെയെങ്കിലും നല്ല ചൂടുള്ള സ്ഥലം കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. എങ്കിൽ 2 മാസത്തേക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാമായിരുന്നു. തണുപ്പിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായി തണുക്കുന്നു. ആ, അവിടെ താഴെ എന്താ ഉള്ളത്? നിങ്ങൾ രണ്ടുപേരും ആരാ? അനുവാദമില്ലാതെ നിങ്ങൾ എങ്ങനെ ഇങ്ങോട്ട് വന്നത്? അകത്തോട്ട് പോണമെങ്കിലേ താഴെ കടൽ വഴിയിലൂടെ അകത്തേക്ക് ചെല്ല്. മനസ്സിലായോ? വേഗം ചെല്ല്. പറഞ്ഞത് മനസ്സിലായോ? അതോ വേറെ രീതിയിൽ മനസ്സിലാക്കണോ? എനിക്ക് മനസ്സിലായി സഹോദര. ഞങ്ങൾക്ക് ഇവിടുത്തെ വഴികളൊന്നും അറിയില്ല. താങ്കൾ എന്തായാലും പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ താഴെ കൂടി തന്നെ പോയിക്കോളാം. പക്ഷേ അതിനു മുൻപ് നിങ്ങൾ ഒരു അല്പനേരം ഉറങ്ങ. സർ, ഈഗിൾ മാൻ എന്തോ പറ്റിയെന്ന് തോന്നുന്നു. അവര് താഴെ വീഴുന്നു. ഈഗിൾമാൻ, എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്. പെട്ടെന്ന് നിനക്ക് എന്താ പറ്റിയത്? എന്തെങ്കിലും ഒന്ന് പറയേ. സ്റ്റുഡൻസ്, ക്ലാസ് ഓവർ. ഈഗിൾമാനെ ഉടൻ തന്നെ മിസ്റ്റർ മജീഷ്യന്റെ അടുത്തേക്ക് കൊണ്ടുപോകണം. അടിപൊളി. എത്ര മനോഹരമായ റൂമാണ് ഇവരുടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഫ്രീ ടൈം കിട്ടിയാൽ ഞാൻ ഇവിടെ വന്ന് കളിക്കും. തൽക്കാലം എനിക്ക് ഉറങ്ങാനായിട്ട് ഇതൊരു പറ്റിയ സ്ഥലമാണ്. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. സ്പൈഡി, നീ പുറത്തു നിന്ന് എല്ലാം നോക്കിക്കോണം. ആരെങ്കിലും ഈ റൂമിലേക്ക് വരികയാണെങ്കിൽ അവരെ ഉറക്കുന്ന കാര്യം നീ ഏറ്റോണം. അയ്യോ, പെട്ടെന്ന് എനിക്കിത് എന്താ പറ്റിയത്? ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നല്ലോ. സ്റ്റുഡൻസ്, ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ എല്ലാവരും ഇപ്പൊ മന്ത്ലി ടെസ്റ്റിന് റെഡി ആണല്ലോ. എല്ലാവരും വേഗം പേപ്പർ വാങ്ങിച്ചോളൂ. പെട്ടെന്ന് ആൻസർ എഴുത്. എനിക്കിപ്പോ ശരിക്കും ഭയങ്കരമായിട്ടും ഉറക്കം വരുന്നുണ്ട്. അല്ല, ചീറ്റിംഗ് ഒന്നും ചെയ്യരുത്, മനസ്സിലായല്ലോ? സാറേ, നിങ്ങള് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോളൂ. ഞങ്ങള് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടേ നിങ്ങളെ വിളിച്ചോളാം. അതുവരെ ഞങ്ങൾ ഈ ബുക്സ് നോക്കിയിട്ട് കോപ്പി അടിച്ചോളാം. എനിക്ക് വേണത്. അതെനിക്ക് വേണം. ഇങ്ങ് താ. എനിക്ക് വേണം. അതെനിക്ക് വേണം. ഇങ്ങ് താ. തരാനല്ല പറഞ്ഞത്. വിട്. എനിക്ക് വേണം. വിട്. കുട്ടികളെ, നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നത്? കോപ്പി അടിക്കുന്നോ? സർ, ജോളി സർ, എഴുന്നേൽക്കൂ. നിങ്ങളുടെ ക്ലാസ്സിലെ സ്റ്റുഡൻസ് എല്ലാവരും ഓപ്പൺ ആയിട്ട് ചീറ്റിംഗ് ചെയ്യാണ്. പക്ഷെ നിങ്ങൾ ഇവിടെ കൂർക്കം വലിച്ചു ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. മിസ് സെക്യൂരിറ്റി, നിങ്ങളോ? പിള്ളേരെല്ലാരും എക്സാം എഴുതിയല്ലോ അല്ലേ? ആരൊക്കെയാണ് ഇവിടെ കോപ്പി അടിച്ചത്? അവരെയൊക്കെ ഞാനൊരു വഴിയാക്കുന്നുണ്ട്. ആരൊക്കെയാണോ ഇവിടെ ചീറ്റിംഗ് ചെയ്തത്? അവർക്കൊക്കെ ഈ പേപ്പറിൽ 0 മാത്രമേ കിട്ടുള്ളൂ. മിസ് സെക്യൂരിറ്റി, ആരെയും വെറുതെ വിടരുത്. എന്നാൽ ആരാ തെറ്റ് ചെയ്തെന്ന് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? കാരണം ജോളി സാർ നല്ല ഉറക്കമായിരുന്നില്ലേ? അത് ഇപ്പൊ കണ്ടെത്താൻ പറ്റും. ഇബൈസ്ക cheating words are back to your books. കുടുങ്ങി പോയല്ലോ. ഓ, അപ്പൊ അതുകൊണ്ടാണല്ലേ നിങ്ങൾ ചോദിച്ചത് അതെങ്ങനെ കണ്ടുപിടിക്കുമെന്ന്. ഈ എക്സാമിൽ ജെനിക്കും ജോഡിയുടെ ഗ്യാങ്ങിനും 0 മാത്രമേ കിട്ടുള്ളൂ. പ്ലീസ്, സോറി. ഇനി ഞങ്ങൾ ഇത് ആവർത്തിക്കില്ല. അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. മിസ്റ്റർ ജോളി,
മിസ്റ്റർ ജോളി, നിങ്ങൾ ഇപ്പൊ എന്റെ കൂടെ മിസ്റ്റർ മെക്ടീഷ്യന്റെ അടുത്തേക്ക് വരണം. ഓക്കെ മിസ് സെക്യൂരിറ്റി. എനിക്കെന്താ അത്ര പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നത്? ഓഹോ, വീണ്ടും ഉറങ്ങിപ്പോയോ മിസ്റ്റർ ജോളി? ഓഹോ, ഇന്ന് ഇയാൾക്ക് ഇതെന്താ പറ്റിയത്? മിസ് മെലഡി എന്താ ഇവിടെ കിടന്ന് ഉറങ്ങുന്നത്? ഞാൻ റിലാക്സ് ആയിട്ട് കോറിഡോർ വഴി നടന്നു വരുമായിരുന്നു. എന്റെ ക്ലാസ്സിലേക്ക് പോകുന്ന വഴിയായിരുന്നു. പെട്ടെന്ന് എനിക്ക് നല്ലോണം ഉറക്കം വന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്യും? അവര് പറഞ്ഞു ശരിയാട്ടോ. ഞാനും കോറിഡോർ വഴി വരികയായിരുന്നു. പെട്ടെന്ന് എനിക്ക് ഉറക്കം തോന്നി. ഇനി ഞാനിപ്പോ എന്ത് ചെയ്യാനാ? ഞങ്ങൾ എല്ലാവരും കോറിഡോർ വഴി വരികയായിരുന്നു. ക്ലാസ്സിലേക്ക് പോകുന്ന വഴിയായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറക്കം വരുന്നു. ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ ഓക്കെ, എനിക്കിപ്പോ കാര്യം മനസ്സിലായി. തീർച്ചയായും ഇവിടെ എന്തോ വലിയൊരു പ്രശ്നമുണ്ട്. മാഡം കാനുങ്കോ, ഒന്ന് പെട്ടെന്ന് വരൂ. സ്കൂളിൽ എല്ലാവരും അവിടെ എവിടെയായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. മാഡം കാനുങ്കോ, നിങ്ങളും ഉറങ്ങുകയാണോ? നന്നായി ഉറക്കം വരുന്നു. എന്താണെന്ന് അറിയില്ല. ഞാൻ ആ കോറിഡോർ വഴി പോവുകയായിരുന്നു. ഓഫീസിലേക്ക് വരികയായിരുന്നു. പെട്ടെന്ന് ഉറക്കം വന്നു. ഞാനിപ്പോ എന്ത് ചെയ്യാനാ? മിസ് സെക്യൂരിറ്റി, ഇവരെല്ലാവരുടെ ഉറക്കത്തില് കോറിഡോർ കോമൺ ആണ്. സ്കൂളിന്റെ ഏറ്റവും ബിസി ആയ കോറിഡോർ നോർത്ത് ഡയറക്ഷനിലാണ് ഉള്ളത്. ഞാൻ ചെന്ന് അവിടെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. നിങ്ങൾ മാഡം കോർണെങ്കിൽ അവരെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകൂ. ഓക്കെ രുദ്ര, നീയും സൂക്ഷിച്ചു പോണോ കേട്ടോ. ഓക്കെ മിസ് സെക്യൂരിറ്റി, ഞങ്ങളെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. ഞങ്ങൾ ഇതാ പോയി ഇപ്പൊ തന്നെ വരാം. കുട്ടികളെ, നിങ്ങളിപ്പോൾ എങ്ങോട്ടാ പോകുന്നേ? അപ്പൊ എല്ലാവരും സഡൻ സ്ലീപ്പിന് കാരണം ഈ സ്പൈഡർ ആണ്. എന്തായി മാറാണല്ലോ. സ്നേക് റൂം. പേടിക്കണ്ട ബറൂൻ. കണ്ടില്ലേ, എല്ലാത്തിനും കാരണം ഇവനായിരിക്കും. ഇവിടെ സ്പൈഡർ മജിഷ്യൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാണ്. ഹലോ സ്പൈഡർ മജിഷ്യൻ, എഴുന്നേൽക്കാൻ. ഐഡിയ. വരി കൂട്ടുകാരെ. ആരാ ഇവിടെ ഈ ബഹളം ഉണ്ടാക്കുന്നേ? രുദ്രി ഇവിടെയോ? ഇല്ലില്ല, അവനെന്തിനാ ഇവിടേക്ക് വരുന്നത്? ഇത് ചിലപ്പോ എന്റെ സ്വപ്നമായിരിക്കും. ഈ രുദ്ര എന്റെ സ്വപ്നത്തിൽ പോലും വന്ന് എന്നെ ഡിസ്റ്റർബ് ചെയ്യുകയാണ്. സ്പൈഡർ മജിഷ്യൻ, ഇത് സ്വപ്നമൊന്നല്ല, റിയാലിറ്റിയാണ്. ഞാൻ രുദ്ര തന്നെയാണ്. നീ ഞങ്ങളുടെ മജിഷ്യൻ സ്കൂളിൽ വന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാണ്. ഇപ്പൊ തന്നെ നിന്റെ വലയൊക്കെ ചുരുട്ടിയെടുത്ത് മര്യാദക്ക് ഇവിടെ നിന്ന് പൊക്കോ. അല്ലെങ്കിൽ എന്താന്ന് അറിയാലോ, രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. രുദ്ര, ഞാൻ ഇവിടെ ചുമ്മാ ഒന്ന് റെസ്റ്റ് എടുത്തതേ ഉള്ളൂ. പക്ഷെ നീ എനിക്ക് ഓർഡർ തരികയാണോ? നിനക്ക് അത്രയ്ക്ക് ധൈര്യമായോ? സ്പൈഡർ മജീഷ്യനാണ് ഞാൻ, സ്പൈഡേഴ്സിന്റെ രാജാവ്. ഇപ്പോ ഞാൻ നിന്നെ എന്താ ചെയ്യാൻ പോകുന്നത് നോക്കിക്കോ. ഇതാ പിടിച്ചോ. താങ്ക് യു. നിന്നെ ഞാൻ ഡിറ്റൻഷൻ ചെയ്യാൻ പോവാ.
ഇതിൽ നിന്ന് എന്നെ ഒന്ന് പുറത്തേക്ക് ഇറക്ക്. ചിലന്തി വല എല്ലാവരുടെയും ശരീരത്തിൽ നിന്നും പോകട്ടെ. എല്ലാവരുടെ കണ്ണിൽ നിന്നും ഉറക്ക ക്ഷീണം മാറട്ടെ. ഇവൻ എല്ലാവരെയും ശരിയാക്കിയോ? ഇപ്പൊ ഞാൻ കാണിച്ചുതരാം. ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് നോക്കിക്കോ. ഇന്ന് എനിക്ക് ഒരുപാട് ജോലിയുള്ളതാ. ഏതായാലും ചെന്ന് ഒരു അല്പനേരം റെസ്റ്റ് എടുത്തേക്കാം. ഞാൻ സ്പൈഡർ മജിഷ്യനാണ്, പൈറേറ്റ്സിന്റെ രാജാവ്. നിന്നെ ഞാനിപ്പോ എങ്ങനെയാണ് ഒരു വഴിയാക്കാൻ പോകുന്നത് നോക്കിക്കോ. ഇതാ പിടിക്ക്. രുദ്ര, ഒട്ടും ടെൻഷൻ ആവണ്ട. ഞാനിതാ എത്തിക്കഴിഞ്ഞു. ഞങ്ങൾ എല്ലാവരും നിന്നോടൊപ്പമുണ്ട്. നിങ്ങളെ ആരെയും ഞാൻ വെറുതെ വിടില്ല. അവരൊന്ന് ചേർന്ന് സ്പൈഡർ മജിഷ്യൻ നിക്ക്. ഇനി നിങ്ങളെ എല്ലാം ഞാൻ ഒരു വഴിയാക്കും. നീ രക്ഷിക്കാൻ വന്നതല്ലേ? No! ഇന്നത്തെ ഹോട്ട് ന്യൂസ്. വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന രുദ്ര എന്റെ പിടിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. മരത്തിൽ ഒട്ടിപ്പിടിച്ച് കിടക്കുന്നത് കണ്ടില്ലേ? രുദ്ര, എനിക്ക് നിന്നോട് പ്രതികാരം ചെയ്തേ പറ്റൂ. കണ്ടില്ലേ, ദാഹമുള്ളവരെ തേടി കിണർ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. രുദ്ര, വെറുതെ കിടന്ന് ബലം പിടിക്കണ്ട. നിന്റെ കൈകൾ തളർന്നു പോകും. എന്നാലും ഈ വെബ് തകർന്നു പോവില്ല. И байска, Tribagbo Creato. രുദ്ര, മിസ്റ്റർ മാഗ്നീഷ്യന്റെ അടുത്തേക്ക് ചെല്ല്. Okay, Madam Kanungo. നീ എങ്ങനെ പോകുന്നു ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെ രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല രുദ്ര. എന്നെ ഒന്ന് തടഞ്ഞു നിർത്ത്. Myra, Varun, fast! വേഗം മിസ്റ്റർ മെഗ്നീഷ്യന്റെ റൂമിലേക്ക് വാ. സർ, എഴുന്നേൽക്കൂ. രുദ്രയെ വെബിന്റെ പിടിയിൽ നിന്നും രക്ഷിച്ചേ പറ്റൂ.
മിസ്റ്റർ മെഗ്നീഷ്യൻ, ഇത് ഉറങ്ങാനുള്ള സമയമല്ല. നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എഴുന്നേൽക്കൂ. അല്ല, നീ ആരാ? സർ, ഞാൻ വരുണ. സർ, സാറിന് ഉറക്കം പോയോ? ഒരു മിനിറ്റ്. റൂം എവിടെയാണ്? പെട്ടെന്ന് പറയേ. സർ, എന്തെങ്കിലും വേഗം ചെയ്യ്. സ്പൈഡർ മജിഷ്യൻ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാ. 1 2 3 and take. വെബിനെ ബ്രേക്ക് ചെയ്യ. വല വിഷു പിടിക്കുന്ന നിനക്ക് മാത്രം അറിയുന്ന കാര്യമൊന്നല്ല. എന്നെ വെറുതെ വിട്ടേക്ക്. എന്താണ് ഈ ചെയ്യുന്നത്? നിന്നെ ഞാൻ വെറുതെ വിടില്ല. സ്പൈഡി, നല്ലോണം വലിക്ക്. രുദ്ര, Zibaiska, all freezer. ടെമ്പറേച്ചർ നോർമൽ ആക്കി മാറ്റ് പ്ലീസ്. ഇതിൽ കൂടുതൽ എനിക്ക് തണുപ്പ് സഹിക്കാൻ പറ്റില്ല. പ്ലീസ്, ദയവേത് എന്നെ ക്ഷമിക്ക് രുദ്ര. ഐ ആം വെരി സോറി. ഞാൻ നിനക്ക് വാക്ക് തരിക, ഞാൻ ഈ സ്കൂൾ വിട്ട് പൊയ്ക്കോളാം. നീ ഒരുപാട് പേരെ വെബ് വെച്ച് പിടിച്ചു കെട്ടിയിരിക്കുകയാണ്. എല്ലാവരെയും പഴുതുപോലെ മാറ്റും. അത് ഞാൻ ഇപ്പൊ തന്നെ ചെയ്തേക്കാം. സ്പൈഡർ മജീഷ്യനാണ് ഞാൻ. സ്പൈഡേഴ്സിന്റെ രാജാവാണ് ഞാൻ. എന്റെ മാജിക് തിരിച്ചു വരട്ടെ. എല്ലാവരെയും പഴയ പോലെ മാറ്റ്. രുദ്ര, സ്കൂളിനെ സ്പൈഡർമാന്റെ അറ്റാക്കിൽ നിന്ന് രക്ഷിച്ചതിന് വളരെയധികം നന്ദിയുണ്ട് രുദ്ര. താങ്ക് യു സോ മച്ച്. ഇനി നീ തന്നെ പറയൂ, ഇവരെ രണ്ടുപേരെയും എന്താ ചെയ്യേണ്ടത്? വേണ്ട, എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ ഇവിടുന്ന് ഒരുപാട് ദൂരേക്ക് പോയിക്കോളാം. ഇനി ഒരിക്കലും ഞാൻ തിരിച്ചു വരില്ല. സ്പൈഡി, പെട്ടെന്ന് വാ, നമുക്ക് ഇവിടുന്ന് പോകാം. Watch India's largest kids library only on Jio Hotstar. Download the app now.